ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദേജാവോ. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അതിൽ കുറച്ച് ഷോപ്പിംഗ് വീഡിയോസ് ഉണ്ട്. ഇത് കാത്തിരുന്നു ഞാനും ഈ ചട്ടിച്ചോറൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ അതിൽ എൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ പിസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞ് വ്ളോഗിലുള്ളത്. ഒരു കുഞ്ഞ് വീക്കെൻഡ് ഔട്ടിംഗ് വ്ളോഗ്, ഫുഡ് വ്ളോഗ് എന്ന് വേണമെങ്കിലും പറയാട്ടോ. ഒരു 12 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം മെയിൻ ഉദ്ദേശം ചട്ടിച്ചോറ് ട്രൈ ചെയ്യലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിവ്യൂ കണ്ടത് ഈ ഇടനേരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടലിലേതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പം ട്രിവാൻഡ്രം സിറ്റി തന്നെയാണിത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റേഴ്സ് തന്നെയുള്ളൂ. ഗണപതി കോവിൽ റോഡിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോയത്. ഷോപ്പ് അത്ര ഭയങ്കര വലുതൊന്നുമല്ല, ഒരു 10-20 പേർക്ക് ഉള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണുള്ളത്. പക്ഷെ അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉണ്ട് അതിനുള്ളിൽ. പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളിവിടെ ഈ 12 മണിക്കാണിത് ഓപ്പണിങ്. അപ്പം ചെന്ന സമയത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ നന്നായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി, ഒരുപാട് റഷായി. അപ്പോൾ നന്നായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ അതിനുള്ളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മെനു കണ്ടോ, ഉള്ളിപ്പക്കോടയും കോഴിക്കറിയും പഴംപൊരിയും പോത്തും, പിന്നെ കിണ്ണത്തപ്പം, ചില്ലി ബീഫ്, അങ്ങനത്തെ, പിന്നെ കഞ്ഞി, തൈര് കഞ്ഞി, ചീരക്കഞ്ഞി, നെല്ലിക്ക കഞ്ഞി, അങ്ങനത്തെ ഇതെല്ലാം, പിന്നെ പൊതിച്ചോറ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ചട്ടിച്ചോറായതുകൊണ്ട് ചട്ടിച്ചോറ് തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നല്ല കൊതി വന്നു കേട്ടോ. അതിനകത്ത് നെത്തോലി പൊരിച്ചതുണ്ട്, പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ കോവയ്ക്ക തോരൻ, ചമ്മന്തി, മുട്ട പൊരിച്ചത്, പപ്പടം, അതൊക്കെയാണ്. പിന്നെ ചോറ് ഒരു കുറച്ച് ഇതൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിയിലൊരു വാഴയിലയുടെ ചെറിയൊരു പീസ് ഇട്ടിട്ട് അതിൻ്റെ മീതെയാണ് ചോറിട്ടേക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കരമായ ടേസ്റ്റായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് കൊതി തീരുന്നില്ല എന്ന് തന്നെ പറയാം. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് വാക്സ് മ്യൂസിയത്തിലേക്കാണ്. സുനിൽ വാക്സ് മ്യൂസിയം. അത് വെസ്റ്റ് ഫോർട്ടാണ്. അതും സിറ്റി തന്നെ, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതാണ് എല്ലാവരുടെയും ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു 10 മിനിറ്റ് നമുക്ക് കാണാനുള്ളൂ, പക്ഷേ വർത്ത് വാച്ചിങ് ആണ്. നമ്മൾ അത്രയും എന്താ പറയുക, നല്ല ഒറിജിനാലിറ്റിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് മാക്സിലേക്കാണ്. അപ്പം കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പം മോൻ്റെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക്. അപ്പം മോന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാക്സിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ജാക്കറ്റ് മോഡൽ അങ്ങനത്തെ ഒരു പാറ്റേണിലൊരു ഡ്രസ്സ് കിട്ടിയില്ല അവിടെ നിന്ന്. കാരണം മോൻ എടുത്തിട്ടില്ല. പിന്നെ വിൻ്റർ കളക്ഷൻസൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടോപ്പ് മേടിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഡൊമിനോസ് പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ഇതുപോലത്തെ ഒരു ലൈവ് കൗണ്ടറുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ പിസ്സയുടെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഹാൻഡ് മെയ്ഡ് ഡൗ അവിടെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പം അത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് അവിടെ നിന്നുകൊണ്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്. കുട്ടി അതിനിടയ്ക്ക് മിച്ചിനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു.
ഡോ ഉണ്ടാക്കിയതിന് ശേഷം അതിന് മീതെ പിസ്ത സോസും പിന്നെ ചീസ് പിന്നെ ഫില്ലിങ്സൊക്കെ വയ്ക്കുകയാണ്. ഡൊമിനോസിൽ വന്നിട്ടുണ്ടെങ്കിൽ മിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതറിയില്ല. കുറച്ച് നേരം നമ്മൾ നോക്കാം. നമ്മളെന്ന് പറഞ്ഞാൽ മിച്ചുവിനെ ഇഷ്ടമാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ. ഇവിടെ രണ്ടാളും ഹെവി വെയിറ്റിങ്ങിലാണ് പിസ്സ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ടാക്കോ മെക്സിക്കാനയും പിന്നെ ഒരു സുപ്രീം ചിക്കൻ സുപ്രീമിൻ്റെ ഒരു മീഡിയം സൈസ്ഡ് പിസ്സയാണ്. അപ്പോൾ എക്സ്ട്രാ ചീസും ചിക്കൻ ടോപ്പിങ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ പിന്നെ ചൂടോട് പിസ്സയൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ടാക്കോ മെക്സിക്കാന. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ചീസിൻ്റെയൊക്കെ. പിന്നെ തിരിച്ചു പോകുമ്പോൾ വഴിയിൽ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ കണ്ടു. എല്ലാ ഷോപ്സിലും സ്റ്റാർസും ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ഇത് ഒരു ചർച്ചിൻ്റെ സൈഡിലായിട്ട് ഉണ്ടാക്കിയിരുന്ന പുൽക്കൂടാണ്. പക്ഷെ ഇതിന് പുൽക്കൂടെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വലിപ്പത്തിന് തന്നെ ചെയ്തേക്കാണ്. നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ അവർ ലൈറ്റൊക്കെ ഇടുന്നുണ്ടായി. പിന്നെ ഞങ്ങളുടെ ഒരു സ്ഥിരം കരിക്കിൻ ഷേക്ക് ഉണ്ട്. അതുമൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.